ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷുസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയാം അല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇന്നൊരു ടെമ്പിൾ ഡേറ്റ് ആണ് ഗൈസ്. ഓക്കെ, ഞാനും കല്യാണിയും അശ്വിനിയും ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 6-6:30 ആയിട്ടുണ്ടാവും. കുളിയൊക്കെ കഴിഞ്ഞു. അല്ലുട്ടനും തുമ്പിമോളും നല്ല ഉറക്കമായിരുന്നു. അവരതേപോലെ എടുത്ത് താഴെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വേഗം റെഡി ആവണം എനിക്ക്. പിന്നെ കല്യാണി താഴെ എന്തോ ഇസ്തിരിടല്ലോ എന്തോ പരിപാടിയിലാണ്. അശ്വിനിനെ ഞങ്ങൾ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. ഇനി അവളെപ്പോഴാണ് അവ വരിക. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോവാണ്. അരീക്കുളങ്ങര അമ്പലത്തിലാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ എക്കാലത്തെയും ഞങ്ങൾ എപ്പോഴും എന്താ പറയുക, കുറച്ച് ടൈം കിട്ടിയാൽ നമ്മളെല്ലാവരും ആദ്യം ഓടിപ്പോകുന്നു അവിടേക്കാട്ടോ, അരീക്കുളങ്ങര അമ്പലത്തിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ് പോകണം. അപ്പോൾ അവിടേക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ. അമ്പലത്തിലേക്കാണല്ലോ, അതുകൊണ്ട് ഞാൻ ധാവണി എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗായ്സ് ഇന്നത്തെ വേഷം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മളെ വെസ്റ്റ്ഡോ ഡിസൈൻസ് കൊളാബ് ചെയ്ത ഡ്രസ്സാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്നതാണെങ്കിലും ഒക്കെ എനിക്ക് കളറാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് റിവ്യൂ കിട്ടിയിട്ടുള്ളൊരു ഡ്രസ്സാട്ടോ. ഓക്കെ, അപ്പം ഞാനിത് ഉടുത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് റെഡി ആവണം. പിന്നെ ഞാൻ ഫേസിൽ മറ്റേ BB ക്രീം ഇട്ടിട്ടുണ്ട് കേട്ടോ. പോകുമ്പോൾ ഇങ്ങനെ എല്ലാവരും എന്ന് ചിന്തിക്കേണ്ട, BB ക്രീം ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്, ഐബ്രോ പാലറ്റ്. ഇതൊക്കെ സജസ്റ്റ് ചെയ്ത് സൂര്യ കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തു. ഞാൻ പറയണേ, ഞാൻ കേൾക്കുന്നില്ല കേട്ടോ ഗൈസ്. എനിക്ക് ചെവി കേൾക്കുന്നില്ല. കപക്കെട്ടൊക്കെ ആയിട്ട് ചെവി അടച്ചു പോയതാണോ, ഇനി അതുകൊണ്ടാണോ എന്താണോ എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്. ഒട്ടും കേൾക്കുന്നില്ല, ഒരു ചെവി മാത്രം. സീനാണ്. ഓക്കെ, എന്നാലും ഞാൻ കണ്ണെഴുതി. അപ്പോൾ മക്കളെ ഇതാ കണ്ണെഴുതി പുരുകൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ചിട്ടായി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു പൊട്ടി വെക്കണം. കല്യാണിയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അവളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തിനെ കുറച്ച് മുടിയൊക്കെ ഒന്ന് ഉണങ്ങുമല്ലോ ഗൈസ്. അങ്ങനെ ഇനിയിപ്പോൾ എന്തൊക്കെയാ, മുടി ഉണക്കണം. ശരിയാ, കെട്ടിയൊന്ന് ഡ്രയർ ഇതിൽ യൂസ് ചെയ്തില്ല. അപ്പോൾ ഒന്ന് യൂസ് ചെയ്തേക്കാം. ഈ ഡ്രയർ വൈശായിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് അയച്ചു തന്നാ കേട്ടോ. പക്ഷേ ഇത് കൈ കിട്ടിയിട്ട് ഫസ്റ്റ് യൂസാണിത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മുടി ജസ്റ്റ് ഒന്ന് ഉണക്കുന്നു എന്നല്ലാതെ ഇതിക്ക് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ സെറ്റ് ചെയ്യാനുള്ള കോമ്പ് ഓർഡർ ചെയ്തിട്ടുള്ളത് വന്നിട്ടില്ല. അപ്പം ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഡ്രൈ ചെയ്യുക അത്രമാത്രം അറിയും. അങ്ങനെ ഡ്രൈ ഒക്കെ ചെയ്തു. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ കുറച്ചൊന്ന് ഡ്രൈ ആക്കി അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സെറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയില്ലല്ലോ, ഇനി പഠിക്കണം അത്രയും. ഓക്കെ, അപ്പോൾ ഡ്രൈ ആക്കിയപ്പോൾ തന്നെ ഒന്ന് സെറ്റായില്ലേ. ഞാൻ സൗണ്ട് കുറച്ചാട്ടോ സംസാരിക്കുന്നത്. ഒന്നാമത് എനിക്ക് സൗണ്ട് കേൾക്കണില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമായിരിക്കും. ഓക്കെ, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ഓക്കെ, കണ്ടോ ഗൈസ്, ഇത് കുറച്ച് കൂടിപ്പോയോ? ഇത് ഞാൻ പുതിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അല്ലെങ്കിൽ എവിടെയും പോകുമ്പോഴാണ് എനിക്ക് ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാൻ തോന്നുക. ലാസ്റ്റ് അത് കൊളാവുകയും ചെയ്യും. കുഴപ്പമുണ്ടോ? കുറച്ച് കഴിയുമ്പം ഞാൻ പോവില്ല. ഇതേതായിരുന്നു? അയ്യോ, മറന്നു കഴിഞ്ഞു. എന്തെങ്കിലും ബ്രാൻഡിൻ്റെ പേര് കാണുന്നില്ലല്ലോ. ഏതോ ഒന്ന് ഞാൻ 2-3 കളറൊക്കെ മിക്സ് ചെയ്തതായിരുന്നു. പക്ഷേ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും അങ്ങനെ കിടക്കട്ടെ. ഇനി ഇതിട്ട് ആദ്യം ചെല്ലുമ്പോഴത്തേന് അച്ഛൻ ചോദിക്കും, മോളെ അമ്പലത്തിലേക്കാണോ പോകേണ്ടതെന്ന്. കിട്ടിക്കിട്ടേ കുറച്ച് സിന്ദൂരം കൂടെ തൊട്ടു. പാവല്ലേ ഏട്ടൻ, കിടന്നോട്ടേ നീ. ഓക്കെ, അപ്പോൾ സെറ്റല്ലേ? ഇനി കുറച്ച് പാടാട്ടെ കേട്ടോ. ഇതിട്ടാലോ? ഇതെനിക്ക് കട്ട ഒരു പ്രാവശ്യം ഉത്സവത്തിന് വാങ്ങിച്ചു തന്നെ. ബാക്കി ഞാൻ കറുപ്പ് കുപ്പിയോളിടണം കേട്ടോ വിചാരിച്ചേ. പക്ഷെ എല്ലാം വീട്ടിലാണ് ഗൈസ്. ഇതങ്ങനെയോ, വീടിൻ്റെ അടുത്താണ്ട് എല്ലാം ഇതെവിടെയും കിടക്കും. ഇത് രസമുണ്ടോ? ഇതൊക്കെ മക്കൾ കൂടെ അല്ലാതെ പോകുമ്പോഴാണ് ഇടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇടാൻ പറ്റില്ല. അതോടുകൂടെ കിടന്നോട്ടെ അല്ലേ. ശരി ഗൈസ്, എൻ്റെ ആമാടപ്പെട്ടി ഞാൻ വള മാറ്റി ഗൈസ്. അല്ലുട്ടനെയും തുമ്പീനെയും ഒന്നും കൊണ്ടുപോകണില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഞങ്ങൾ പോകുമ്പോൾ അവർ നല്ല ഉറക്കമായിരിക്കുന്നു. പക്ഷേ അല്ലും തുമ്പി ഇന്ന് നേരത്തെ എണീറ്റ്. ഇനി പോകുമ്പോൾ എന്തൊക്കെ അലമ്പുണ്ടാക്കുമെന്ന് അറിയില്ല, എന്നാലും രണ്ടും കൽപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലെന്ന് വെച്ചാൽ ഗോൾഡൻ കളേഴ്സിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കേട്ടോ ഈ ഒരു ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ച്, അതൊക്കെ ഞാൻ കളക്ഷൻസ് വേറെ കാണിച്ചു തരാവേ. കണ്ടോ, കുട്ടി എത്തി ഗൈസ്. എൻ്റെ മാല എങ്ങനെയുണ്ട്? ഇത് ആക്ച്വലി എൻ്റെതല്ല, കല്യാണിയുടെ. പക്ഷെ നല്ല രസമല്ലേ? ഇത് മുന്നേ അവള് വാങ്ങിച്ച. ഇപ്പൊ പുതിയത് വേറെ വാങ്ങിച്ചിട്ടുണ്ട് അവൾ. എനിക്കിഷ്ടമാണ് മംഗൾസൂത്രയുടെ. അപ്പൊ എനിക്ക് വാങ്ങിക്കാം വേറെ. രസമുണ്ടല്ലേ?
ഒന്നുകൂടെ പറഞ്ഞോ. നല്ല ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, സന്തോഷമായി എനിക്ക്. 3 ലിപ്സ്റ്റിക് ആയിട്ട് മിക്സ് ചെയ്തതാ. ആദ്യം പൊക്കും, പിന്നെ കേറാ നിലത്തേക്ക്. നമ്മൾ അങ്ങനെ തന്നെയാ ഗൈസ്. രസമുണ്ടോ? അമ്പലത്തിൽ പോകുമ്പോഴോ? നോ, ഒക്കെ ഞാൻ കാണുന്ന കളിയായി. എന്താ ഓ, ഇത് വേളത്തിൽ ആഗ്രഹിക്കുന്ന പോലെ പറയുന്നത്. മൂടും തട്ടിയാൽ കണ്ടു ഗൈസ്. നിങ്ങൾ റെഡി? 3 കോലത്തിൽ ഞാൻ ദാവണി ഇവളെ വേസ്റ്റ് കൊണ്ടും ഇവളെ എന്തോ സൂപ്പറായില്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയി വരാം. അല്ല, നമുക്ക് പോയി വരാം. സൂപ്പർ, താങ്ക് യു അല്ലൂട്ടാ. അവിടെ കാണിക്കില്ല. ടാറ്റണ്ട. നമുക്ക് വീട്ടിന് മുമ്പ് തന്നെ ബസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇറങ്ങി അവിടെ തന്നെ ബസ് കിട്ടിയത് അമ്പലത്തിന് മുമ്പ് തന്നെ ഡയറക്റ്റ് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞായറാഴ്ച ആണ് നല്ല തിരക്കുണ്ടാവും. തുമ്പിമോൾ ഞങ്ങൾ വരുന്നത് കണ്ടിട്ടില്ല, അവൾ അമ്മേൻ്റെ കൂടെ ഉള്ളിൽ ഇരിക്കുക കേട്ടോ. ഇതൊക്കെ പിന്നെ റീലിന് വേണ്ടിയിട്ട് അശ്വിനി എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ. കുറേ ഒന്നും നടക്കാനില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ സൺഡേ ആണ് ഞങ്ങൾക്ക് അറിയാം നല്ല തിരക്കാണെന്ന്. അല്ലെങ്കിൽ നല്ല തിരക്കുള്ള അമ്പലമാണ് കേട്ടോ. ഇവിടുത്തെ ട്രേഡ് മാർക്കാണ്. അടിപൊളി ആലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളെ കല്യാണത്തിന് തലേന്നുള്ള ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നിന്നായിരുന്നു കേട്ടോ. എൻ്റെ വൈശാട്ടിന് ഞങ്ങളങ്ങനെ അവിടെ എത്തി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും നോർമലി ഒരു സൺഡേയിൽ ഉണ്ടാവുന്ന അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുള്ള് റീൽസിന് വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് ചെയ്തു കേട്ടോ. ഈ കുളം നോക്കും മക്കളെ, എന്തൊരു ക്ലിയർ ആയിട്ടുള്ള വാട്ടറാന്ന് പറയുന്നത്. നല്ല ഭംഗിയാട്ടോ അവിടുത്തെ കുളം കാണാൻ വേണ്ടിയിട്ട്. പോയാൽ പിന്നെ എപ്പോൾ കുളത്തിൽ പോയാലും, അവിടെ അമ്പലത്തിൽ പോയാൽ ഞങ്ങൾ കുളത്തിൽ കാലിട്ടിട്ടൊരു വീഡിയോ, അത് ഞങ്ങൾക്ക് മസ്റ്റാണ്. ഫോട്ടോ ഞങ്ങൾ മെയിൻ പരിപാടി കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാനാണ്. ഇവിടെ നിന്ന് പിന്നെ അധികം ഫോൺ ചെയ്തത് ഇതൊക്കെ അശ്വിനീൻ്റെ കലാവിരുദ്ധങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ റീല് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ഷോർട്ടും കൂടെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഈ അമ്പലത്തിലെത്തിയാൽ തന്നെ നമുക്കൊരു പീസ്ഫുൾ ഒരു മൈൻഡല്ലേ. ഇവിടെ എത്തിയെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നല്ലൊരു, എത്ര തിരക്കുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു കാം ആൻഡ് എന്താ പറയുക, ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടും. അങ്ങനെ അപ്പോൾ ഞങ്ങളിവിടെ എന്തോ കത്തിയടിക്കട്ടോ. നിങ്ങളായിരിക്കും ഞങ്ങൾ അഭിനയിക്കുന്നല്ല കേട്ടോ, ഞങ്ങൾ കാര്യത്തിൽ എന്തോ കഥ പറയാം. അപ്പം അവൾ വീഡിയോ എടുത്തതാണ്. ഇത് പക്ഷേ ഞങ്ങൾ അഭിനയിച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര കുറി തൊടലാണ് ഗൈസ്. ഇതൊക്കെ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല, ഞങ്ങൾ കുറി തൊടും, എന്നാലും ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരുകയാണ്. അപ്പോൾ ഞങ്ങളെ വീട്ടിനടുത്തുള്ള ഏട്ടന്മാരെയൊക്കെ കണ്ടിട്ടോ, അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പോരുക. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡായിട്ടോ. അപ്പോഴും ഞങ്ങൾ ആലോചിക്കേണ്ട ഈശ്വര വീട്ടിൽ തുമ്പി വീട് മറിച്ചിട്ടില്ലായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇതൊക്കെ നിങ്ങൾ കാണുമല്ലോ അല്ലേ. അമ്പലത്തിൽ ഞാൻ കുറേ ആയിട്ടോ വന്നിട്ട്, അമ്പലത്തിലൊക്കെ പോയിട്ട് കുറേ ആയി. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഈ ആലാണ് അവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഇതിൻ്റെ ചുറ്റും നിന്നിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കട്ടോ. ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കേണ്ട ആൾക്കാരും കാണുമ്പോൾ പിന്നെ എൻ്റെ ഭാവം മാറും. ഇങ്ങനെ കോമഡി ആയിരുന്നു. ഇതൊക്കെ ഇവിടെ കട്ടെ അല്ലേ. ഇതൊക്കെ പിന്നീട് കാണുമ്പോൾ നല്ല രസമല്ലേ. ഓക്കെ, പിന്നെ പണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര വായ്നോട്ടമായിരുന്നു കേട്ടോ. ഫുള്ള് പയ്യൻസൊക്കെ വരില്ലേ. അപ്പൊക്കെ ഇപ്പം എന്ത് കല്യാണം കഴിഞ്ഞ 2 കുട്ടികളായി. ഇനി ആരെ വായി നോക്കാൻ. ഇനി അശ്വിനീൻ്റെ കാലമാണ് ഗൈസ്. ഞങ്ങൾ പാവം, ഞാൻ കല്യാണി. എന്നാലും ഞങ്ങൾ കാണുമ്പോൾ വെറുതെ നോക്കും, പക്ഷെ വായ്നോട്ടം ഒന്നല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അടിപൊളിയാണ്. അത് കഴിഞ്ഞത് അവിടുന്ന് ഞങ്ങൾ ചായ കഴിച്ചു കേട്ടോ. പോരാൻ നേരത്താണ് അശ്വിനി പറയുന്നത്, ചേച്ചി ചായ ഉണ്ട് പാവാകുമ്പോൾ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയി ഉപ്പുമാവും ചായയും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ എല്ലാം നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴൊന്നും മഴ ഇല്ലായിരുന്നു. ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ദൈവത്തിൽ വിചാരിച്ചിട്ടുണ്ടായി ഇതിലൊന്ന് പോകണമെങ്കിൽ ഇപ്പോൾ മഴ പെയ്ച്ചാലേ ശരിയാവുമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ കിട്ടി തുടങ്ങിയിട്ട്. അത് അടുത്ത ആലാട്ടോ, നേരത്തെ നമ്മൾ കണ്ട ആലല്ല, അത് വേറെയാണ്. അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് ഇതല്ലാതെ എന്ത് പരിപാടിയില്ലേ. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു കളർ കോമ്പോ? എസ്പെഷ്യലി വെസ്റ്റഡോ ഡിസൈൻസ് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളിയാണ്. സ്റ്റിച്ചിങ് ആണെങ്കിലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് പരിപാടി എന്നർത്ഥം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങോട്ട് വാടിക്കള്ളിപ്പേണ്ടേ. പക്ഷേ ഇത് ഞാൻ എടുക്കുമ്പോഴേ പറയേണ്ടത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ശരിയായി തരാം. അത് കഴിഞ്ഞ് ഞാൻ മൂക്കുത്തിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ. എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഓവർ കളക്ഷൻസൊന്നും ഇല്ല മൂക്കുത്തി. ഒരു കുഞ്ഞു മൂക്കുത്തിയും ഈ ഒരു മൂക്കുത്തിയാണുള്ളത്. പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ്
കാലിൽ പാദസരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതും എനിക്ക് ഓവർ കളക്ഷൻസ് ഇല്ല, കാരണം ഞാനത് മാറ്റി മാറ്റി ഇടാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കിനി നോക്കണം, നല്ല കളക്ഷൻസൊക്കെ എടുക്കണം, എനിക്കിഷ്ടമാണ്. അങ്ങനെ കമ്മൽ ഇഷ്ടം പോലെ ഉണ്ട്, കമ്മലും വളയും അത്യാവശ്യം നല്ലോണം ഉണ്ട്. പിന്നെ ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് അധികം എളുപ്പമാനമില്ലാത്തത് കൊണ്ട് ഞാൻ എവിടെ നിന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കും ഗൈസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ മഴ കിട്ടിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ്. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു, അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അല്ലോനും തുമ്പിക്ക് എന്ത് വാങ്ങണമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും കട അടച്ചു പോയി ഗൈസ്. അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. അവരാണെങ്കിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഗായ്സ്. അല്ലുഷി സങ്കടത്തിലാണ്. എടാ പീടി അടച്ചു പോയിട്ട് അവരോട് ചോദിച്ചു നോക്ക്, ഞങ്ങൾ സാധനം ആണെന്നൊക്കെ പറഞ്ഞല്ലേ. ഗിഫ്റ്റ് എന്താ കൊണ്ടുവരാത്ത കട അടച്ചു പോയടാ. അങ്ങനെ അവരെ രണ്ടുപേരെ ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാ. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞ ചെവി വേദനയാണ്. അപ്പോൾ അത് പോയി കാണിച്ച് വന്നിട്ട് അടുത്ത വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു.